എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ പുതിയൊരു യൂണിറ്റ് ആരംഭിക്കുകയാണ്. യൂണിറ്റ് 5 സമവാക്യ പരിഹാരം, അതായത് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ്. വളരെ എളുപ്പമുള്ളൊരു ലെസൺ ആണ്. ഈ യൂണിറ്റിനകത്ത് നമ്മൾ കൂട്ടലും കുറയ്ക്കലും ഗുണനവും ഹരണവും എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വായിക്കാം. സുഹറ പണപ്പെട്ടി തുറന്ന് എണ്ണി നോക്കുകയാണ്. എത്ര രൂപയുണ്ട്? ഉമ്മ ചോദിച്ചു. 7 രൂപ കൂടി തന്നാൽ തികച്ചും 50 രൂപയാവും. സുഹറ ആഗ്രഹം പറഞ്ഞു. സുഹറയുടെ പണപ്പെട്ടിയിൽ എത്ര രൂപയുണ്ട്? അപ്പൊ 7 രൂപ കൂടെ കിട്ടിയാൽ 50 രൂപയാവും. 7 രൂപ കുറവുണ്ട്. 50 രൂപയ്ക്ക് 7 രൂപ കുറവുണ്ട്, അല്ലെ? അപ്പൊ നമുക്കിത് എന്താ മനസ്സിലായ ചോദ്യത്തില്? 7 രൂപ കിട്ടിയാൽ 7 രൂപ കൂടെ കിട്ടിയാൽ 50 രൂപയാവും. അപ്പൊ 7 രൂപയുടെ കുറവുണ്ട് 50 രൂപയ്ക്ക്. അപ്പൊ സുഹറയുടെ കയ്യിൽ ഇപ്പൊ എത്ര രൂപ ഉണ്ടായിരുന്നു കാണും? സുഹറയുടെ കയ്യിൽ ഇപ്പൊ എത്ര രൂപയുണ്ട്? 50-ന് 7 രൂപ കുറവ്. അപ്പൊ എത്ര വരും? 50 മൈനസ് 7 അല്ലേ? എത്ര? 43 രൂപയാണ് സുഹറയുടെ കയ്യിൽ ഉള്ളത്. 50-ന് 7 രൂപ പോയാൽ 43. 7 രൂപയുടെ കിട്ടിയാൽ സുഹറയ്ക്ക് 50 രൂപ ആകും. ഇനി മറ്റൊരു ചോദ്യം നോക്കേ. 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്ക് പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്കും ആയേനെ. രാജന്റെ സങ്കടം അതാണ്. എത്ര മാർക്കാണ് കിട്ടിയത്? അപ്പൊ 6 മാർക്ക് കുറവുണ്ട്. 100-ന് 6 മാർക്ക് കുറവുണ്ട്. അപ്പൊ 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ 100-ൽ 100 ആയേനെ. അപ്പം 100-ന് 6 മാർക്ക് കുറവ്. അപ്പൊ ഇപ്പൊ എത്ര മാർക്കുണ്ട്? 94. അപ്പം ഇതാണ് രാജന്റെ സങ്കടം. 6 മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 100-ൽ 100 ആയേനെ. എപ്പോഴും എത്ര മാർക്കുണ്ട് രാജന്? 94. അടുത്ത ചോദ്യം. നമുക്ക് ഈ ചോദ്യം എല്ലാം വായിച്ചിട്ട് ചെയ്യാം. 5 വർഷം കഴിഞ്ഞാൽ 18 വയസ്സാകും. വോട്ട് ചെയ്യാം. ലിസി കണക്ക് കൂട്ടി. ലിസിക്ക് ഇപ്പോഴെത്ര വയസ്സായി? എന്താണ്? 5 വർഷം കഴിഞ്ഞാൽ 18 വയസ്സായി. ഇപ്പം 18 വയസ്സായിട്ടില്ല. 5 വർഷം കഴിഞ്ഞാൽ 18 വയസ്സ്. അപ്പം 18 വയസ്സാകാൻ 5 വർഷം കുറവുണ്ട്. 18 വയസ്സാകാൻ 5 വർഷം കുറവുണ്ട്. അപ്പം 18 വയസ്സായാൽ ലിസിക്ക് വോട്ട് ചെയ്യാം. അപ്പം ലിസിക്ക് ഇപ്പം എത്ര വയസ്സുണ്ട്? അപ്പൊ 18-ന് 5 കുറച്ചാല് 13. അപ്പൊ ലിസിക്ക് ഇപ്പൊ 13 വയസ്സേ ഉള്ളൂ. 5 വർഷം കൂടെ കഴിയുമ്പോൾ 18 വയസ്സാകും. അങ്ങനെ ലിസിക്ക് വോട്ടവകാശം നേടുകയും ചെയ്യാം. മറ്റൊരു ചോദ്യം നോക്കിക്കേ. 123-നെ 321 ആക്കാൻ എത്ര കൂട്ടണം? അപ്പൊ 123 ഉള്ളൂ. അതിന് തിരിച്ച് 321 ആക്കണം. അപ്പൊ 123-നെ 321 ആക്കാം. ഇതിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 320 ആകും? അപ്പം 5-നോട് എത്ര കൂട്ടിയാൽ 8 ആകും? 5 3 8. അല്ലെങ്കിൽ ഈ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 8-ന് 5 കുറയ്ക്കണം. 8-ന് 5 കുറയ്ക്കണം. അപ്പൊ 123-ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 321 ആകുക? അപ്പൊ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? അപ്പൊ 123-നോട് എത്ര കൂട്ടിയാൽ 321 ആകും എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ കുറച്ചാൽ മതി. അപ്പൊ 321-ന്ന് 123 കുറയ്ക്കണം. 8 ഇവിടെ 9 അല്ലെ? 2-ൽ നിന്ന് പോയാൽ 198 കൂടി കൂട്ടിയാലേ 123-ന്റെ കൂടെ 198 കൂടി കൂട്ടിയാലേ 321 ആകുകയുള്ളൂ. അപ്പൊ ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ലെസണിൽ ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം. 432-നെ 234 ആക്കാൻ എത്ര കുറയ്ക്കണം? 432-നെ 234 ആക്കാൻ. ഇത് കൂടുതലാ, ഇത് കുറവാണ് അല്ലെ? ഇതിനെ ഇത്രയും ആക്കാൻ എത്ര കുറയ്ക്കണം? 10-ന് എത്ര കുറച്ചാലാണ് എനിക്ക് 7 കിട്ടുക?
10ന്ന് എത്ര കുറച്ചാലാണ് 7 കിട്ടുക? 10ന്ന് 3 കുറച്ചാൽ 7 കിട്ടും. 10ന്ന് 3 കുറച്ചാൽ 7 കിട്ടും. ഈ 3 എന്നുള്ള ഉത്തരം കിട്ടണമെങ്കിൽ 10ന്ന് 7 കുറച്ചാലും പോരെ. 10ന്ന് 7 കുറച്ചാൽ 3 കിട്ടും. അപ്പൊ 432 234 ആകണമെങ്കിൽ എത്ര കുറയ്ക്കണം? എന്ത് ചെയ്താൽ മതി? 432 234 ആവാൻ എത്ര കുറയ്ക്കണമെന്നുള്ളതിന് 432-ൽ നിന്ന് 234 കുറച്ചാൽ മതിയാകും. 432-ന്ന് 234 കുറച്ചാൽ എത്ര വരും? 8. ഇവിടെ എന്താണ്? 2 അല്ലേ? 12-ന്ന് 3 പോയാല് 9, 3, 2, 1. അപ്പം 432-ൽ നിന്ന് 198 കുറച്ചാൽ എനിക്ക് എത്ര വരും? 234 ആവും. മനസ്സിലായി? അപ്പൊ ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ലെസണിൽ ചെയ്യാൻ പോകുന്നത്. പേജ് 79-ലെ 1ാമത്തെ ചോദ്യം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു തന്നതായിരുന്നു. 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്ക് പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്കും ആയേനെ. രാജന്റെ സങ്കടം അതാണ്. എത്ര മാർക്കാണ് കിട്ടിയത്? അപ്പൊ 6 മാർക്ക് കുറവുണ്ട് 100-ൽ. എത്ര? 6 മാർക്ക് കുറവുണ്ട്. അപ്പൊ രാജന്റെ മാർക്ക് എത്രയായിരിക്കും? 100-നേക്കാൾ 6 കുറവ് അല്ലേ? അപ്പൊ 100-ൽ നിന്ന് 6 കുറച്ചാ പോരെ? രാജന്റെ മാർക്ക് 100-ന്ന് 6 കുറവ്. അപ്പൊ 94. അപ്പൊ രാജന് 94 മാർക്കാണ് കിട്ടിയത്. ഇനി രണ്ടാമത്തെ ചോദ്യം. 5 വർഷം കഴിഞ്ഞാൽ 18 വയസ്സാകും. വോട്ട് ചെയ്യാം. ലിസി കണക്ക് കൂട്ടി. ലിസിക്ക് ഇപ്പോഴെത്ര വയസ്സായി? 5 വർഷം കഴിഞ്ഞാലേ 18 വയസ്സാകത്തുള്ളൂ. ഇപ്പം 18 വയസ്സായിട്ടില്ല. 5 വയസ്സ് കുറവുണ്ട്. അപ്പൊ ലിസിയുടെ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ എന്ത് ചെയ്താൽ 18-ൽ നിന്ന് 5 കുറച്ചാൽ മതി അല്ലേ? ലിസിയുടെ വയസ്സ് 5 വർഷം കഴിയുമ്പോഴേ 18 ആകത്തുള്ളൂ. ഇപ്പൊ 18 ആയിട്ടില്ല. അപ്പൊ 18-ന് 5 വയസ്സ് കുറവുണ്ട്. 18-ന്ന് 5 പോയാല് എത്ര? 13. മനസ്സിലായോ? 18-ന്ന് 5 പോയാല് 13. ഇനി അടുത്ത ചോദ്യം. 123-നെ 321 ആക്കാൻ എത്ര കൂട്ടണം? 123-നെ 321 ആക്കണം. 123-നെ 321 ആക്കാൻ എത്ര കൂട്ടണം? അപ്പം 123 കുറവ് 321 കൂടുതൽ. അപ്പം 5-നോട് എത്ര കൂട്ടിയാൽ 10 ആവും? 5-നോട് 5 കൂട്ടിയാൽ 10 ആവും അല്ലേ? 123-നെ വലിയൊരു സംഖ്യ ആക്കണം. അപ്പൊ ഇതിന്റെ കൂടെ എത്ര കൂട്ടണം എന്നാ ചോദിച്ചിരുന്നത്. ഇതിന്റെ കൂടെ എത്ര കൂട്ടണം? അപ്പം 5-നോട് എത്ര കൂട്ടിയാൽ 12 ആവും? 7, 5, 12. 12-ന്ന് 5 കുറച്ചാലും മതി അല്ലേ? ആ 7 എന്നുള്ള സംഖ്യ കിട്ടാൻ വേണ്ടി 12-ന്ന് 5 കുറയ്ക്കുക. അതുപോലെ 321-ൽ നിന്ന് 123 കുറച്ചാൽ മതി. 321-ൽ നിന്ന് 123 കുറച്ചാൽ മതി. 8 എന്താണ്? 11. 9, 2, 11. 2-ന്ന് 1 പോയാൽ 1. അപ്പൊ ആൻസർ എത്ര? 198. 321-ൽ നിന്ന് 123 കുറയ്ക്കുമ്പോൾ 198 കിട്ടും. ഇനി അടുത്ത ചോദ്യം. 4ാമത്തെ ചോദ്യം. 432-നെ 234 ആക്കാൻ എത്ര കുറയ്ക്കണം? 432 വലുതാണ് അല്ലേ? 234 കുറവ്. അപ്പൊ ഇതിനെ ഇങ്ങോട്ടാക്കണം. അതായത് ഈ സംഖ്യയെ ചെറിയ രൂപത്തിൽ ആക്കണം. അപ്പൊ ഇതിനെ എത്ര കുറയ്ക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പം 5-ന് എത്ര കുറച്ചാലാണ് എനിക്ക് 2 കിട്ടുക?
5 - 3, 5-ന്ന് 3 കുറച്ചാൽ ഞാൻ 2-ലെത്തും അല്ലേ? അതിന് പകരം 5-ന്ന് 2 കുറച്ചാൽ ഈ 3 എന്നുള്ള ഉത്തരം കിട്ടത്തില്ലയോ? 5-ന്ന് 2 കുറച്ചാലും 3 കിട്ടും. അപ്പൊ 432-ൽ നിന്ന് 324 കുറച്ചാൽ 234 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്രയാ കിട്ടുക? 432-ൽ നിന്ന് 234, 8 ഇവിടെ 2, 12-ന്ന് 3 പോയാൽ 9, 3-ന്ന് 2 പോയാൽ 1 അല്ലേ? എത്ര കിട്ടുക? 198. ഓക്കെ. പേജ് 80-ലെ 1-ാമത്തെ ചോദ്യം. ഗോപാലൻ കടയിലേക്ക് ഒരു കുലപ്പഴം വാങ്ങി. അല്പം കേടുവന്ന 7 എണ്ണം മാറ്റി കഴിഞ്ഞപ്പോൾ 46 എണ്ണം ഉണ്ട്. കുലയിൽ എത്ര പഴം ഉണ്ടായിരുന്നു? അപ്പം കേടുവന്ന 7 എണ്ണം മാറ്റി കഴിഞ്ഞപ്പോൾ 46 ഉണ്ട്. അപ്പൊ ഇവിടെ പഴം എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ? പഴത്തിന്റെ എണ്ണം അറിയത്തില്ല. അതിൽ നിന്ന് ഒരു കുല പഴം മേടിച്ചിട്ട് അതിൽ നിന്ന് 7 എണ്ണം മാറ്റുക എന്ന് പറയുമ്പോൾ കുറയ്ക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ 46 എണ്ണം ഉണ്ട്. അപ്പം കുലയിൽ എത്ര പഴം ഉണ്ടായിരുന്നു? എന്ത് ചെയ്താൽ മതി? 46-ന്റെ കൂടെ 7 കൂടി കൂട്ടണം. 46-നേക്കാൾ 7, 46-ന്റെ കൂടെ 7 കൂടി അധികം ഉണ്ടായിരുന്നു. 7 എണ്ണം മാറ്റിക്കഴിഞ്ഞപ്പോൾ 46 ആയി. അപ്പൊ കുലയിൽ ഉള്ള പഴം 46 + 7 53. ഇവിടെ ഞാനിപ്പോ ഒരു ബോക്സ് വരച്ചാണ് കാണിച്ചത്. ഇത് നമുക്ക് എന്താണ് ബീജഗണിതം ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ കഴിയും. എക്സ് ഒക്കെ കൊടുക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത 2-ാമത്തെ ചോദ്യം. വിമല 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു. 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. 337 രൂപ മിച്ചമുണ്ട്. അപ്പം 163 രൂപ കുറഞ്ഞ് 163 രൂപയ്ക്ക് വിമല സാധനങ്ങൾ മേടിച്ചു. മേടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ട്? 337 രൂപ. എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്? അപ്പം കയ്യിലുണ്ടായിരുന്ന രൂപയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം 163 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചു. അപ്പൊ വിമലയുടെ കയ്യില് കൂടുതൽ പൈസ ഉണ്ടായിരുന്നു അല്ലേ? അതായത് മിച്ചം വന്നത് 337 ആണ്. അപ്പം വിമല സാധനങ്ങൾ മേടിച്ചതിന് ശേഷം 337 രൂപ മിച്ചമുണ്ടായിരുന്നു. അപ്പൊ വിമലയുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു കാണും? അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാ പോരെ? അതായത് 15-ൽ നിന്ന് അല്ല, ഞാൻ വേറെ ഉദാഹരണം, ഞാൻ കുറച്ച് സാധനം മേടിച്ചു കഴിഞ്ഞ് എന്താണ് 10 രൂപയ്ക്ക് സാധനം മേടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ 30 രൂപ ബാക്കിയുണ്ട്. 10 രൂപയ്ക്ക് സാധനം മേടിച്ചു കഴിഞ്ഞപ്പോൾ 30 രൂപ ബാക്കിയുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ആദ്യം എത്ര രൂപ ഉണ്ടായിരുന്നു? 30ഉം 10ഉം 40. 40-ന്ന് 10 പോയാൽ 30. അത് തന്നെയല്ലേ ഇവിടെ? ഇത് രണ്ടും കൂടെ കൂട്ടിയാ പോരെ? അപ്പൊ വിമലയുടെ കയ്യിലുണ്ടായിരുന്ന പൈസ, കയ്യിലുണ്ടായിരുന്നത് എത്ര രൂപ? കയ്യിലുണ്ടായിരുന്ന രൂപ സമം 337 പ്ലസ് 163. 7 3 10 0 ഇഷ്ടം 1 6 3 9 10-ന് 0 ഇഷ്ടം 1 3 4 1 5. അപ്പം 500 രൂപയായിരുന്നു വിമലയുടെ കയ്യില് ഉണ്ടായിരുന്നത്. 500 രൂപയിൽ നിന്ന് 163 രൂപയ്ക്ക് സാധനം മേടിച്ചതിന് ശേഷം ബാക്കി 337 രൂപ കയ്യില് ഉണ്ട്. മനസ്സിലായല്ലോ? 3-ാമത്തെ ചോദ്യം. ഏത് സംഖ്യയിൽ നിന്ന് 123 കുറച്ചാലാണ് 323 ആകുന്നത്? അപ്പൊ ഏതോ ഒരു സംഖ്യ, ഈ സംഖ്യയിൽ നിന്ന് 123 ഞാൻ കുറയ്ക്കുന്നു. അപ്പൊ എനിക്ക് എത്ര കിട്ടുന്ന? ഒരു സംഖ്യയിൽ നിന്ന് 123 കുറച്ചപ്പോൾ
എനിക്ക് 321. അപ്പൊ ആ സംഖ്യ ഏതാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ നിന്ന് കുറയ്ക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സംഖ്യ കണ്ടുപിടിക്കാൻ എന്താണ്? ഇതിനപ്പുറത്ത് കൊണ്ടുപോയി കൂട്ടണം. ഇവിടെ എല്ലാം നെഗറ്റീവ് ചിഹ്നങ്ങളാണ്. മൈനസ് ആണോ? മൈനസ് എന്നപ്പോ നമ്മൾ കൂട്ടി. ഉണ്ടോ? ഇവിടെ കൂട്ടി. പ്ലസ് വരുമ്പോ കുറയ്ക്കും, മൈനസ് വരുമ്പോ കൂട്ടും, അപ്പുറത്ത് കൊണ്ടുവന്ന് കൂട്ടും. നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 321 123 കൂടെ കൂട്ടുക, 4 4 4. അപ്പൊ എത്ര രൂപയാണ് ഉണ്ടായിരുന്നത്? അല്ല, ഏത് സംഖ്യയാണ്? അപ്പൊ സംഖ്യ 444. അപ്പൊ 444 നിന്ന് 123 കുറച്ച് കഴിഞ്ഞാൽ 321 കിട്ടും. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.